വിവാദങ്ങളിലോ പോലീസ് കേസുകളിലോ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് നമ്മളുടെ നടിമാർ. എങ്കിലും കരിയറിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് പോലീസിന്റെ നിയമ നടപടിക്ക് വിധേയരായ നടിമാർ നിരവധിയാണ് സിനിമാ ലോകത്ത്. അതിൽ പല കേസുകളിലായി കുടുങ്ങിയ മാധ്യമങ്ങളും സിനിമാ ലോകത്തെ പാപ്പരാസികളും ആഘോഷമാക്കിയ ചില സംഭവങ്ങൾ ഇന്ന് പരിചയപ്പെടാം. അരുന്ധതി. ഹൈദരാബാദിൽ നടന്ന കിസ് ഓഫ് ലവ് ചുംബന സമരത്തിൽ പങ്കെടുത്തതിനാണ് അരുന്ധതിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തത്. ഹിമ ശങ്കർ. സിനിമാ താരവും നാടക നടിയുമായ ഹിമ ശങ്കറെ പോലീസ് പിടികൂടിയത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രാത്രിയിൽ തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുവായിരുന്ന ഹിമയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിറ്റേന്ന് ഹിമയുടെ പിതാവ് വന്നതിന് ശേഷമാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത്. അകാരണമായാണ് പോലീസ് തങ്ങളെ കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് മോശമായ ഭാഷയിലാണ് തങ്ങളോട് സംസാരിച്ചതെന്നും ഹിമ ആരോപണം ഉന്നയിച്ചിരുന്നു. മൈഥിലി. മാറ്റിനി എന്ന ചിത്രത്തിന്റെ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന മൈഥിലിയുടെ പോസ്റ്ററാണ് താരത്തെ കുടുക്കിയത്. പുകവലി നിയന്ത്രണ നിയമപ്രകാരമാണ് മൈഥിലിക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ചിത്രത്തിന്റെ സംവിധായകൻ അനീഷ് ഉപാസനയ്ക്കെതിരെയും നിർമ്മാതാവ് പ്രശാന്ത് നാരായണനെതിരെയും പോലീസ് കേസെടുത്തു. ഒടുവിൽ മൈഥിലിയുടെ പക്കൽ നിന്നും പോലീസ് പിഴ ഈടാക്കുകയും ചെയ്തു. രംഭ. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്ലാമർ താരമായിരുന്ന രംഭയും നിയമ നടപടിക്ക് വിധേയയായിട്ടുണ്ട്. തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന രംഭയുടെ സഹോദരന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രംഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ രംഭയുടെ സഹോദരനും അമ്മയ്ക്കുമെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. സുകന്യ. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു സുകന്യ. പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതോടെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും മഹേഷ് ബാബു ചിത്രത്തിലൂടെ ഒരു രണ്ടാം ഇന്നിംഗ്സിനൊരുങ്ങുകയായിരുന്നു സുകന്യ. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സുകന്യയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഒരു തമിഴ് ഓൺലൈൻ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തത്. അഞ്ജലി. ഗ്ലാമർ വേഷങ്ങളിലൂടെയും ഐറ്റം ഡാൻസിലൂടെയും തെന്നിന്ത്യൻ സിനിമയിലെ വിലയേറിയ താരമായി മാറിയ നടിയാണ് അഞ്ജലി. തന്റെ രണ്ടാനമ്മയും അഞ്ജലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അഞ്ജലി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിന് കാരണമായി. അഞ്ജലി മിസ്സിംഗ് ആണെന്ന് ആരോപിച്ച് അഞ്ജലിയുടെ രണ്ടാനമ്മ പോലീസിലും കോടതിയിലും പരാതി നൽകി. ഒടുവിൽ ഒരാഴ്ചത്തെ ഒളിച്ചുകളിക്ക് ശേഷം അഞ്ജലി പ്രത്യക്ഷപ്പെട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു. അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ജലിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. മല്ലിക ഷെറാവത്ത്. ഡയറക്ടി പൊളിറ്റിക്സ് എന്ന ബോളിവുഡ് ചിത്രത്തിൽ ദേശീയ പതാകയെ അപമാനിച്ചു എന്നതായിരുന്നു പോലീസ് മല്ലിക ഷെറാവത്തിനെതിരെ ചാർത്തിയ കുറ്റം. ദേശീയ പതാക അണിഞ്ഞുകൊണ്ടുള്ള താരത്തിന്റെ അർദ്ധനഗ്ന ചിത്രങ്ങളാണ് താരത്തെ കുടുക്കിയത്. സംഭവം വൻ വിവാദമായി മാറുകയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പരാതി ഉയർന്നതിനെ തുടർന്നുമാണ് പോലീസ് കേസെടുത്തത്. മോണിക്ക ബേദി. 1993 മുംബൈ സ്ഫോടന കേസിലെ പ്രതികളിലൊരാളായ അബു സലീമുമായുള്ള പ്രണയമാണ് മോണിക്കയെ കുടുക്കിയത്. മുംബൈ സ്ഫോടന കേസിന് ശേഷം പോർച്ചുഗലിലേക്ക് മുങ്ങിയ മോണിക്ക പിന്നീട് ഇന്ത്യയെ തിരിച്ചെത്തിയത് 2005-ലാണ്. 2005-ൽ തിരിച്ചെത്തിയ മോണിക്ക ഇന്ത്യയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പ്രീതി സിന്ധ നൽകിയ ചെക്ക് മടങ്ങിയതാണ് താരത്തെ കുടുക്കിയത്. 2013-ൽ പുറത്തിറങ്ങിയ ചിത്രം ഇഷ്ക് ഇൻ പാരീസ് എന്ന ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് അബ്ബാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രീതി സന്ധ്യക്കെതിരെ നടപടിയെടുത്തത്. കേസിൽ കോടതിയിൽ ഹാജരാകാതിരുന്നതിന് പ്രീതിക്കെതിരെ അറസ്റ്റ് വാറന്റും ഉണ്ടായിരുന്നു. ദീപിക പദുകോൺ. AIB റോഡ് ഷോയിൽ അസഭ്യമായ ഭാഷ ഉപയോഗിച്ചതിനാണ് ദീപിക പദുകോൺ, സംവിധായകൻ കരൺ ജോഹർ, രൺവീർ സിംഗ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ പിന്നീട് മുംബൈ ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു. ശ്വേത ബസു. ദേശീയ അവാർഡ് നേടിയ തെന്നിന്ത്യൻ താരമായിരുന്നു ശ്വേത ബസു. ഇത് ഞങ്ങളുടെ ലോകമെന്ന മുഴുമാറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് ശ്വേത ബസു. 2014 സെപ്റ്റംബർ 12-നായിരുന്നു ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പോലീസിന്റെ രഹസ്യ നീക്കത്തിൽ ശ്വേത ബസു പിടിക്കപ്പെടുന്നത്. ശ്വേതയുടെ ക്ലയൻസ് ആയ ബിസിനസ്മാൻമാരുടെ പേര് അന്ന് പോലീസ് വെളിപ്പെടുത്താതിരുന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സണ്ണി ലിയോൺ. ബോളിവുഡ് താരം സണ്ണി ലിയോണും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇന്റർനെറ്റ് വഴി അശ്ലീല രംഗങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് ഒരു ജാതിമത സംഘടനയുടെ പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സണ്ണിക്ക് താനി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടി വന്നത്. 1 മണിക്കൂറിന് ശേഷം സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷമാണ് സണ്ണി ലിയോണെ വിട്ടയച്ചത്. അദിതി റാവു ഹൈദരി. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിച്ചതിനായിരുന്നു ബോളിവുഡ് താരത്തിനെതിരെ പോലീസ് കേസെടുത്തത്. ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനായി പോകുമ്പോൾ വൺ വേ തെറ്റിച്ച് വാഹനം ഓടിച്ചതിനായിരുന്നു താരത്തെ പോലീസ് പിടികൂടിയത്. എന്നാൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തതിന് ശേഷം താരത്തെ പോലീസ് വിട്ടയച്ചു. ലീന മരിയ പോൾ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയായ താരമാണ് ലീന മരിയ പോൾ. വഞ്ചനാ കുറ്റത്തിലായിരുന്നു ലീനയെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ചേർന്ന് തെറ്റായ വിവരങ്ങൾ നൽകി ഒരു പ്രമുഖ ബാങ്കിൽ നിന്നും 19 കോടിയുടെ ലോൺ കൈപ്പറ്റി എന്നതായിരുന്നു പോലീസ് ലീനയുടെ മേലിൽ ചാർജ് ചെയ്ത കേസ്. യമുന. 2011-ലായിരുന്നു ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന താരം യമുനയെ പോലീസ് പിടികൂടുന്നത്. സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു യമുന. മേഘ്ന രാജ് വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നാരോപിച്ച് ഒരു വൻകിട ബിസിനസ്സുകാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് മേഘ്ന രാജിനെതിരെ കേസ് ചാർജ് ചെയ്തത്. എന്നാൽ തനിക്ക് അയാളെ അറിയില്ലെന്നായിരുന്നു സംഭവത്തിൽ മേഘ്ന രാജിന്റെ പ്രതികരണം.
മോണിക്ക ബേദി 1993 മുംബൈ സ്ഫോടന കേസിലെ പ്രതികളിൽ ഒരാളായ അബു സലീമുമായുള്ള പ്രണയമാണ് മോണിക്കയെ കുടുക്കിയത്. മുംബൈ സ്ഫോടന കേസിന് ശേഷം പോർച്ചുഗലിലേക്ക് മുങ്ങിയ മോണിക്ക പിന്നീട് ഇന്ത്യയെ തിരിച്ചെത്തിയത് 2005-ലാണ്. 2005-ൽ തിരിച്ചെത്തിയ മോണിക്ക ഇന്ത്യയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ശ്വേത ബസു ദേശീയ അവാർഡ് നേടിയ തെന്നിന്ത്യൻ താരമായിരുന്നു ശ്വേത ബസു. ഇത് ഞങ്ങളുടെ ലോകം എന്ന മൊഴിമാറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് ശ്വേത ബസു. 2014 സെപ്റ്റംബർ 12-നായിരുന്നു ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പോലീസിന്റെ രഹസ്യ നീക്കത്തിൽ ശ്വേത ബസു പിടിക്കപ്പെടുന്നത്. ശ്വേതയുടെ ക്ലയൻസ് ആയ ബിസിനസ്മാൻമാരുടെ പേര് അന്ന് പോലീസ് വെളിപ്പെടുത്താതിരുന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രംഭ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്ലാമർ താരമായിരുന്ന രംഭയും നിയമ നടപടിക്ക് വിധേയയായിട്ടുണ്ട്. തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന രംഭയുടെ സഹോദരന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രംഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ രംഭയുടെ സഹോദരനും അമ്മയ്ക്കുമെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. ലീന മരിയ പോൾ ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയായ താരമാണ് ലീന മരിയ പോൾ. വഞ്ചനാ കുറ്റത്തിലായിരുന്നു ലീനയെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ചേർന്ന് തെറ്റായ വിവരങ്ങൾ നൽകി ഒരു പ്രമുഖ ബാങ്കിൽ നിന്നും 19 കോടിയുടെ ലോൺ കൈപ്പറ്റി എന്നതായിരുന്നു പോലീസ് ലീനയുടെ മേലിൽ ചാർജ് ചെയ്ത കേസ്. അരുന്ധതി ഹൈദരാബാദിൽ നടന്ന കിസ് ഓഫ് ലവ് ചുംബന സമരത്തിൽ പങ്കെടുത്തതിനാണ് അരുന്ധതിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തത്. ഹിമ ശങ്കർ സിനിമാ താരവും നാടക നടിയുമായ ഹിമ ശങ്കറെ പോലീസ് പിടികൂടിയത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രാത്രിയിൽ തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുവായിരുന്ന ഹിമയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിറ്റേന്ന് ഹിമയുടെ പിതാവ് വന്നതിന് ശേഷമാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത്. അകാരണമായാണ് പോലീസ് തങ്ങളെ കസ്റ്റഡിയിലെടുത്തതെന്നും ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു സുകന്യ. പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതോടെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും മഹേഷ് ബാബു ചിത്രത്തിലൂടെ ഒരു രണ്ടാം ഇന്നിംഗ്സിനൊരുങ്ങുകയായിരുന്നു സുകന്യ. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സുകന്യയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഒരു തമിഴ് ഓൺലൈൻ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തത്. സിനിമാ താരവും നാടക നടിയുമായ ഹിമ ശങ്കറെ പോലീസ് പിടികൂടിയത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രാത്രിയിൽ തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുവായിരുന്ന ഹിമയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിറ്റേന്ന് ഹിമയുടെ പിതാവ് വന്നതിന് ശേഷമാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത്. അകാരണമായാണ് പോലീസ് തങ്ങളെ കസ്റ്റഡിയിലെടുത്തതെന്നും പോലീസ് മോശമായ ഭാഷയിലാണ് തങ്ങളോട് സംസാരിച്ചതെന്നും ഹിമ ആരോപണം ഉന്നയിച്ചിരുന്നു. മൈഥിലി മാറ്റിനി എന്ന ചിത്രത്തിന്റെ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന മൈഥിലിയുടെ പോസ്റ്ററാണ് താരത്തെ കുടുക്കിയത്. പുകവലി നിയന്ത്രണ നിയമപ്രകാരമാണ് മൈഥിലിക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ചിത്രത്തിന്റെ സംവിധായകൻ അനീഷ് ഉപാസനയ്ക്കെതിരെയും നിർമ്മാതാവ് പ്രശാന്ത് നാരായണനെതിരെയും പോലീസ് കേസെടുത്തു. ഒടുവിൽ മൈഥിലിയുടെ പക്കൽ നിന്നും പോലീസ് പിഴ ഈടാക്കുകയും ചെയ്തു. അഞ്ജലി ഗ്ലാമർ വേഷങ്ങളിലൂടെയും ഐറ്റം ഡാൻസിലൂടെയും തെന്നിന്ത്യൻ സിനിമയിലെ വിലയേറിയ താരമായി മാറിയ നടിയാണ് അഞ്ജലി. തന്റെ രണ്ടാനമ്മയും അഞ്ജലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അഞ്ജലി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിന് കാരണമായി. അഞ്ജലി മിസ്സിംഗ് ആണെന്ന് ആരോപിച്ച് അഞ്ജലിയുടെ രണ്ടാനമ്മ പോലീസിലും കോടതിയിലും പരാതി നൽകി. ഒടുവിൽ ഒരാഴ്ചത്തെ ഒളിച്ചുകളിക്ക് ശേഷം അഞ്ജലി പ്രത്യക്ഷപ്പെട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു. അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ജലിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. യമുന 2011-ലായിരുന്നു ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന താരം യമുനയെ പോലീസ് പിടികൂടുന്നത്. സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം പോലീസ് നിരീക്ഷണത്തിലായിരുന്നു യമുന. മേഘ്ന രാജ് വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നാരോപിച്ച് ഒരു വൻകിട ബിസിനസ്സുകാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് മേഘ്ന രാജിനെതിരെ കേസ് ചാർജ് ചെയ്തത്. എന്നാൽ തനിക്ക് അയാളെ അറിയില്ലെന്നായിരുന്നു സംഭവത്തിൽ മേഘ്ന രാജിന്റെ പ്രതികരണം. മല്ലിക ഷെറാവത്ത് ഡയറക്ടി പൊളിറ്റിക്സ് എന്ന ബോളിവുഡ് ചിത്രത്തിൽ ദേശീയ പതാകയെ അപമാനിച്ചു എന്നതായിരുന്നു പോലീസ് മല്ലിക ഷെറാവത്തിനെതിരെ ചാർത്തിയ കുറ്റം. ദേശീയ പതാക അണിഞ്ഞുകൊണ്ടുള്ള താരത്തിന്റെ അർദ്ധനഗ്ന ചിത്രങ്ങളാണ് താരത്തെ കുടുക്കിയത്. സംഭവം വൻ വിവാദമായി മാറുകയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പരാതി ഉയർന്നതിനെ തുടർന്നുമാണ് പോലീസ് കേസെടുത്തത്. പ്രീതി സിന്ധ നൽകിയ ചെക്ക് മടങ്ങിയതാണ് താരത്തെ കുടുക്കിയത്. 2013-ൽ പുറത്തിറങ്ങിയ ചിത്രം ഇഷ്ക് ഇൻ പാരീസ് എന്ന ചിത്രത്തിന്റെ സംഭാഷണ രചയിതാവ് അബ്ബാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രീതി സന്ധ്യക്കെതിരെ നടപടിയെടുത്തത്. കേസിൽ കോടതിയിൽ ഹാജരാകാതിരുന്നതിന് പ്രീതിക്കെതിരെ അറസ്റ്റ് വാറന്റും ഉണ്ടായിരുന്നു. അതിഥി റാവു ഹൈദരി ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിച്ചതിനായിരുന്നു ബോളിവുഡ് താരത്തിനെതിരെ പോലീസ് കേസെടുത്തത്. ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനായി പോകുമ്പോൾ വൺവേ തെറ്റിച്ച് വാഹനം ഓടിച്ചതിനായിരുന്നു താരത്തെ പോലീസ് പിടികൂടിയത്. എന്നാൽ ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തതിനു ശേഷം താരത്തെ പോലീസ് വിട്ടയച്ചു. ലീന മരിയ പോൾ ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയായ താരമാണ് ലീന മരിയ പോൾ. വഞ്ചനാ കുറ്റത്തിലായിരുന്നു ലീനയെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ചേർന്ന് തെറ്റായ വിവരങ്ങൾ നൽകി ഒരു പ്രമുഖ ബാങ്കിൽ നിന്നും 19 കോടിയുടെ ലോൺ കൈപ്പറ്റി എന്നതായിരുന്നു പോലീസ് ലീനയുടെ മേലിൽ ചാർജ് ചെയ്ത കേസ്.
ദീപിക പദുകോൺ AIB റോഡ് ഷോയിൽ അസഭ്യമായ ഭാഷ ഉപയോഗിച്ചതിനാണ് ദീപിക പദുകോൺ, സംവിധായകൻ കരൺ ജോഹർ, രൺവീർ സിംഗ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ പിന്നീട് മുംബൈ ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടാവുകയും ചെയ്തു. ശ്വേത ബസു ദേശീയ അവാർഡ് നേടിയ തെന്നിന്ത്യൻ താരമായിരുന്നു ശ്വേത ബസു. ഇത് ഞങ്ങളുടെ ലോകം എന്ന മുഴുമാറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് ശ്വേത ബസു. 2014 സെപ്റ്റംബർ 12 ഒരു സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പോലീസിന്റെ രഹസ്യ നീക്കത്തിൽ ശ്വേത ബസു പിടിക്കപ്പെടുന്നത്. ശ്വേതയുടെ ക്ലയൻസ് ആയ ബിസിനസ്മാൻമാരുടെ പേര് അന്ന് പോലീസ് വെളിപ്പെടുത്താതിരുന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മോണിക്ക ബേദി 1993 മുംബൈ സ്ഫോടന കേസിലെ പ്രതികളിലൊരാളായ അബു സലീമുമായുള്ള പ്രണയമാണ് മോണിക്കയെ കുടുക്കിയത്. മുംബൈ സ്ഫോടന കേസിന് ശേഷം പോർച്ചുഗലിലേക്ക് മുങ്ങിയ മോണിക പിന്നീട് ഇന്ത്യയെ തിരിച്ചെത്തിയത് 2005 2005 തിരിച്ചെത്തിയ മോണിക ഇന്ത്യയിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ശ്വേത ബസു ദേശീയ അവാർഡ് നേടിയ തെന്നിന്ത്യൻ താരമായിരുന്നു ശ്വേത ബസു. അരുന്ധതി ഹൈദരാബാദിൽ നടന്ന കിസ് ഓഫ് ലവ് ചുംബന സമരത്തിൽ പങ്കെടുത്തതിനാണ് അരുന്ധതിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തത്. ഹിമ ശങ്കർ സിനിമാ താരവും നാടക നടിയുമായ ഹിമ ശങ്കറെ പോലീസ് പിടികൂടിയത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രാത്രിയിൽ തന്റെ ആൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുവായിരുന്ന ഹിമയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിറ്റേന്ന് ഹിമയുടെ പിതാവ് വന്നതിന് ശേഷമാണ് ഇരുവരെയും പോലീസ് വിട്ടയച്ചത്. അകാരണമായാണ് പോലീസ് തങ്ങളെ കസ്റ്റഡിയിലെടുത്തതെന്നും ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു സുകന്യ. പിന്നീട് അവസരങ്ങൾ കുറഞ്ഞതോടെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും മഹേഷ് ബാബു ചിത്രത്തിലൂടെ ഒരു രണ്ടാം ഇന്നിംഗ്സിനൊരുങ്ങുകയായിരുന്നു സുകന്യ. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സുകന്യയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഒരു തമിഴ് ഓൺലൈൻ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തത്. രംഭ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്ലാമർ താരമായിരുന്ന രംഭയും നിയമ നടപടിക്ക് വിധേയയായിട്ടുണ്ട്. തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന രംഭയുടെ സഹോദരന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രംഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ രംഭയുടെ സഹോദരനും അമ്മയ്ക്കുമെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. അഞ്ജലി ഗ്ലാമർ വേഷങ്ങളിലൂടെയും ഐറ്റം ഡാൻസിലൂടെയും തെന്നിന്ത്യൻ സിനിമയിലെ വിലയേറിയ താരമായി മാറിയ നടിയാണ് അഞ്ജലി. തന്റെ രണ്ടാനമ്മയും അഞ്ജലിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അഞ്ജലി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിന് കാരണമായി. അഞ്ജലി മിസ്സിംഗ് ആണെന്നാരോപിച്ച് അഞ്ജലിയുടെ രണ്ടാനമ്മ പോലീസിലും കോടതിയിലും പരാതി നൽകി. ഒടുവിൽ ഒരാഴ്ചത്തെ ഒളിച്ചുകളിക്ക് ശേഷം അഞ്ജലി പ്രത്യക്ഷപ്പെട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു. അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ജലിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. മല്ലിക ഷെറാവത്ത് ഡയറക്ടി പൊളിറ്റിക്സ് എന്ന ബോളിവുഡ് ചിത്രത്തിൽ ദേശീയ പതാകയെ അപമാനിച്ചു എന്നതായിരുന്നു പോലീസ് മല്ലിക ഷെറാവത്തിനെതിരെ ചാർത്തിയ കുറ്റം. ദേശീയ പതാക അണിഞ്ഞുകൊണ്ടുള്ള താരത്തിന്റെ അർദ്ധനഗ്ന ചിത്രങ്ങളാണ് താരത്തെ കുടുക്കിയത്. സംഭവം വൻ വിവാദമായി മാറുകയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പരാതി ഉയർന്നതിനെ തുടർന്നുമാണ് പോലീസ് കേസെടുത്തത്.